ഇനി നമ്മൾ കണ്ണൂരേക്ക് പോവുകയാണ്. കണ്ണൂരിൽ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഒരു അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ യുവാവിന്റെ അക്രമ ശ്രമമാണ് ഉണ്ടായത്. ഗർഭിണിയായ ഭാര്യയെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു അതിക്രമമുണ്ടായത്. ലേബർ റൂമിൽ അതിക്രമിച്ച് കടന്ന് ഫർണിച്ചറുകളും ഡോറും ഇയാൾ തകർത്തു. ജീവനക്കാരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അക്രമം കാട്ടിയ കാഞ്ഞങ്ങാട് സ്വദേശി റാഷിദിനെ ബലം പ്രയോഗിച്ചാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ പരിയാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സുമേഷ് പൊറാഴ കണ്ണൂരിൽ നിന്നും ചേരുന്നു. സുമേഷ്, എന്താണ് ഈ സംഭവം? യുവാവിന്റെ ഇത്തരമൊരു അതിക്രമത്തിന്റെ കാരണം എന്താണ്? പോലീസ് എന്താണ് പറയുന്നത്? സജിത്ത്, ഇന്നലെ രാത്രി 7:30 കൂടിയാണ് ഇത്തരമൊരു അക്രമം നടക്കുന്നത്. ഇയാൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള റാഷിദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇതിൽ ആശുപത്രിയിൽ അധികൃതർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവരുടെ ഭാര്യ ഗർഭിണിയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇവരെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് ലേബർ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ഇന്നലെ ഈ നഴ്സിംഗ് ഓഫീസറോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ സംസാരിക്കുന്നു. അതായത് തന്റെ ഭാര്യയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യമായി പറയുന്നത്. അതായത് ഡോക്ടറുടെ അനുമതിയില്ലാതെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്നാണ് ഈ യുവാവ് പറഞ്ഞത്. എന്നാൽ ഈ അതായത് നഴ്സിംഗ് ഓഫീസർ ഇതിന് തയ്യാറായില്ല. അതായത് ഡോക്ടറുടെ അനുമതിയില്ലാതെ രോഗിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല.